ഗൾഫിൽ പോകാൻ വേണ്ടി മേടിച്ച ഷൂവാ. ഇതിപ്പോ വിസ വരുമ്പോഴത്തേനും വേറെ മേടിക്കേണ്ടി വരും തോന്നുന്നു. ഈ ഷൂ കമ്പനിക്കാർ എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ. എന്തെന്നൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ പാറ്റ വണ്ട. എവിടെ നോക്കിയോടാ വണ്ടി ഓടിക്കണം. പടച്ചോനെ അളിയാ, സോറിടാ. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. ടയറ് ചെളിയിൽ നീ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. പടച്ചോനെ, ഓന് വട്ടായ. നിനക്കെന്താ പറ്റിയടാ? താങ്ക്സ്. എന്തിന്? നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ. അതെ, വണ്ടി കയറ്. അല്ലെങ്കിൽ വേണ്ട, കുളത്തിൽ കഴുകാം. ആകെ കുളവായില്ലേ, ഇനി കഴുകിയിട്ട് എന്താ കാര്യം? അല്ല, നമുക്ക് കഴുകാം. വാ, നീ വാ. ഇതിപ്പോ പണ്ടാരാണ്ടും പറഞ്ഞ പോലെയാണല്ലോ നിന്റെ കാര്യം. ഒരലിയെന്ന് ഒലക്കേനോട് പറഞ്ഞ പോലെ. എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണേ. അയ്യോ, ഈ പേട്ടിയർക്കൻ ഇങ്ങോട്ട് കൊണ്ടാന്ന്. എടാ, ഗൾഫിലിട്ടുണ്ടോ ഷർട്ടാന്ന്. എടാ, ഇങ്ങോട്ട് കൊണ്ട്. പിള്ളേരായി ഇത്തിരി അടക്കൊതുക്കൊക്കെ വേണ്ടേ? നീ പറ, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഐശുവിന് എനിക്ക് വേണം. ഗൾഫിൽ പോക്കൊന്നും ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. വൈകിയ ഓളെ വാപ്പ ഓളെ വേറെ വല്ലവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കും. ഒരു ബെസ്റ്റ് ഐഡിയ. പക്ഷെ സംഗതി അല്പം റിസ്കാ. നീ എങ്ങനെയെങ്കിലും ഐഷുവിനെ വീട്ടിൽ നിന്ന് ചാടിക്കണം. ഞാൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാം. നീയും ഐഷും കൂടി അങ്ങോട്ട് എത്തിയാ മതി. അതിൽ നല്ലതേ നീ സർക്കാർ ആശുപത്രിയുടെ മോർച്ചർ മുമ്പിൽ എന്നെ വെയിറ്റ് ചെയ്യുന്നതാ. ഓളെ വാപ്പ എന്നെ ഒരൊറ്റ ചവിണ്ട് കൊന്നിട്ടേ അപ്പ തന്നെ ഓളെ വേറൊരാൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കും. പോരാത്തേനെ നാട്ടിലെ സകല ആൾക്കാരും മൂപ്പര പക്ഷത്ത് നിൽക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിലെ സഹായത്തിന് പോലും ഒരാളുണ്ടാവില്ലേ? നമുക്കൊരു പണി ചെയ്താലോ? എന്ത്? ജമാലിനെ കൂടെ കൂട്ടിയാലോ? ബെസ്റ്റ്. എന്നാ മാമാന്റെ ചെവിൽ എപ്പ എത്തിന്ന് ചോദിച്ചാ മതി. എനിക്കിട്ട് എങ്ങനെ പാരപണിയാണെന്ന് വിചാരിച്ചിട്ടാ ഓൻ നടക്കണത്. ഒരു കാര്യം ചെയ്യാം, നീ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഐശുവിനെ കൂട്ടിട്ട് വാ. ഞാൻ രജിസ്റ്റർ ഓഫീസിൽ വെയിറ്റ് ചെയ്യാം. നല്ല ബെസ്റ്റ് ഐഡിയ. എന്നിട്ട് വേണം അവക്കടെ ആൾക്കാരെല്ലാരും കൂടി വന്ന് എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുന്ന സമയത്ത് നിനക്ക് നിന്റെ പെണ്ണിനെ കൊണ്ട് കടന്നു കളയാനല്ലേ? അതല്ല, നിനക്കാവുമ്പോ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്. എന്റെ അച്ഛന് പണ്ട് പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ടുവരലായിരുന്ന പണി. ആണാ? ഓടാ, ഞാനിവിടെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാ അവന്റെ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത്. നീ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കാതെ കുറച്ചാണ് നീക്കണം. തമാശിക്കല്ലേ? എടാ, ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. അല്ലെങ്കിൽ നീ ചത്തു കഴിഞ്ഞാലേ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. ഓട്ടോ വിറ്റതും നുള്ളിപ്പെറുക്കിയതെല്ലാം കൂടി കൂട്ടി ഒരു 1.5 ലക്ഷം രൂപ എന്റെ വീടിന്റെ അലമാരിൽ ഇരിക്കുന്നു. നീ ഇന്ന് രാത്രി വന്ന് അതങ്ങ് കട്ടോണ്ട് പോ. അപ്പൊ ആ കാരണം പറഞ്ഞ് എനിക്ക് ആത്മഹത്യ ചെയ്യാലാ. ഇനി അതേ ഒരു മാർഗമുള്ളൂ. അല്ലാതെ അടുത്ത കാലത്ത് ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ പറ്റുന്ന എനിക്ക് തോന്നണം. എന്നാ പിന്നെ നിനക്ക് ആ കാശ് കൊണ്ട് നിന്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചയച്ചൂടെ? കൂടെ 5 ലക്ഷം ശ്രീധനം വാങ്ങിയിട്ട് നിനക്കും കൂടി ഒന്ന് കെട്ടിക്കൂടെ? ഫസ്റ്റ് വേലയും കൂടി ഇല്ലാത്തവൻ 5 ലക്ഷം ശ്രീധനം. 5 അല്ല 10 ലക്ഷം പൊതിഞ്ഞേട്ടി വച്ചേക്കണ്. ജോലി ഇപ്പില്ലെന്നല്ലേ ഉള്ളൂ. ഉടനെ ഗൾഫിലേക്ക് പോകുന്ന അങ്ങോട്ട് പറയണം. എന്നിട്ടെന്താ ഐഷുവിന്റെ വാപ്പ ഓളെ നിനക്ക് കെട്ടിച്ചേരാത്തത്? അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് വഴിയുണ്ട്. പെരുവഴിയായിരിക്കും. പത്രത്തിൽ മാട്രിമോണി കോളത്തിലെ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. ജോലിയും ജാതിയും ഒന്നൊരു പ്രശ്നമല്ല, ഇത്ര വയസ്സുള്ള ഇന്ന സ്ഥലത്തുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമുക്കതൊന്ന് ട്രൈ ചെയ്താലോ? അതാവുമ്പോ പെരുത്ത കാശുകാരായിരിക്കും. ജോലിയും ജാതിയും ഒന്നും പ്രശ്നമായിരിക്കില്ല. അതുപോലെ തന്നെ ആ പെണ്ണിന് ഭർത്താവ് ഒരു പ്രശ്നമായിരിക്കില്ല. പെണ്ണ് വേണമെങ്കിൽ വല്ല വേലി അടിയതാ 2 പെറ്റതൊക്കെ ആയിരിക്കും. പെറ്റതാണെങ്കിൽ നീ രക്ഷപ്പെട്ടടാ. പെണ്ണിന് മുൻപരിചയം കാണുമല്ലോ. ഇവന്റെ കൈ കൊണ്ട് ഞാൻ ചാവും. എന്താ വേറെ പിള്ളേർ ഇത്തരം പിള്ളേരുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തായിട്ട് ഇരിക്കണെങ്കിൽ എന്താ ആരോഗ്യം വലിച്ച നീ അങ്ങോട്ട് വലിക്കങ്ങട് വിടറോ. ഇതിന്റെ തണ്ടാന്തല്ല ഇവിടെ ഉണ്ടാവോ? വലിക്കടാങ്ങട് വലിക്ക്. അൻവർ ഇങ്ങോട്ട് വേണം. ഒരു കാര്യം ദൈവമേ, ഇത് അടുത്തിടിക്കുള്ള കോളാണല്ലോ. എങ്ങോട്ടാ ഒന്ന് ഓടണ കാർ? അയ്യോ, മരണം ഉറപ്പാ. ഇതേ ഒരു മാർഗം. എന്നെ കൊണ്ടുപോണ ഞാനും കൂടി
സുബൈറിന്റെ സ്വന്തം കമ്പനിയിലാണ് അസിസ്റ്റന്റ് സൂപ്പർവൈസറായിട്ട്. നല്ല ശമ്പളവും. ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞാൽ ശമ്പളം ഇരട്ടിയാവും അത്രേ. എന്നാ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് പോയാ പോരെ, ഇരട്ടി ശമ്പളം കിട്ടുമല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, ജോലിക്ക് വരണില്ല, മാസാമാസം ശമ്പളം എങ്ങടെ അയച്ചു തന്നാ മതി എന്ന് അവനോട് പറഞ്ഞാലാ. എന്നാലും മതി, പക്ഷേ ഓരത് സമ്മതിക്കൂ? എന്നെ കൊണ്ട് 3 തലാക്ക് ചുറ്റിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഓൻ എന്റെ എത്താത്താന്റെ മോനാ. ഓനെ ഞമ്മള് ചെറുപ്പത്തിലെ ഒത്തിരി എടുത്തോണ്ട് നടന്നിട്ടുള്ള അതിന്റെ നന്ദി ഓന് പെരുത്തുണ്ട് ഞമ്മളോട്. ഈ എടുത്തോണ്ട് നടന്നതിന്റെ നന്ദിയൊന്നും അല്ല ഓനിപ്പ കാട്ടണത്. 5 കൊല്ലം മുമ്പ് ഓൻ ഗൾഫിൽ പോകാൻ നേരത്ത് 2 ലക്ഷം ഉറുപ്പിക ഞമ്മളാണ് എടുത്തു കൊടുത്തത്. അത് വല്ല എന്റെ ഓർമ്മയിലുണ്ടാ? ഞമ്മക്കാകെ ഒരു ആശയക്കുഴപ്പം. ജമാലിനെ വിടണോ അതോ അൻവറിനെ വിടണോ? അൻവറിനാണ് താല്പര്യം കൂടുതൽ. പക്ഷെ വിസ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പൊ ജമാലിന് താല്പര്യം വന്നുകൂടുന്നില്ലല്ല. ഓന് താല്പര്യം ഉണ്ടെങ്കിൽ ഓനെ തന്നെ വിടണം. അപ്പൊ അൻവറിന് അതൊരു വിഷമാവൂലേ? 2 വിസ അയച്ചു തരാമെന്നാണ് സുബൈർ എന്നോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഒരെണ്ണം അയച്ച എന്താണാവോ? ഞമ്മളൊരു കാര്യം പറയട്ടെ, ഈ വന്നേക്കണ വിസ 2 ആക്കി കീറിട്ട് ഞമ്മക്ക് 2 ആളെയും പറഞ്ഞു വിട്ടാലാ? ഇതെന്താടി ചക്കപ്പയോ 2 ആക്കി 2 പേർക്ക് കൊടുക്കാൻ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞമ്മളങ്ങ് പോയാലോ ഗൾഫിലോട്ട്? ഓ, ഈ ഇനി ബാ തുറന്നാ പോകേണ്ടി വരില്ല. അന്നെ ഇവിടെ കുഴിച്ചു പൊടി. ഞമ്മളൊരു ബൈ കണ്ടേക്കണം. ഈ എന്താണെന്ന് മുണ്ടാണ്ട് കുത്തിയിരിക്കണത്? അനക്ക് താല്പര്യം ഇല്ലേ? എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ. അത് മാമ, ഞാൻ ഗൾഫിൽ പോയി 10 കായുണ്ടാക്കണോ അതോടെ സിനിമേന്റെ പുറകെ നടന്ന് ജീവിതം പാഴാക്കണോ വേണ്ടായോ എന്ന് ഇജ്ജ് തീരുമാനിക്ക്. ഞമ്മള് പറയണ പോലെ ഈ ജോലിക്ക് പോയാ എന്റെ ലൈലാനെ അനക്ക് നിക്കാഹ് ചെയ്ത് തന്നേക്കാം. നേരാണോ മാമ പറഞ്ഞത്? അതേന്ന്. എന്താ മാമാനെ എനക്ക് വിശ്വാസം? എന്റെ സിനിമാ മോഹം കളഞ്ഞിട്ട് ഗൾഫിൽ പോകാൻ തയ്യാറാണോ? എന്റെ മോറ് വാടിയത് 1 മാസത്തെ അവധി കൊണ്ട് മിസ്സാക്കി. ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. അല്ല മാമ, ലൈലാനെ നിക്കാഹ് കഴിച്ചിട്ട് ഞാൻ ഗൾഫിൽ പോയാ പോരെ? അപ്പൊ ഞമ്മള് വിചാരിച്ച പോലെ ഈ അത്ര മണ്ടനൊന്നും അല്ല. വളഞ്ഞ ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ കയ്യില്. അത് പിന്നെ ഞാൻ എന്താ സുഖം. ഗൾഫുകാരൻ ജമാൽ ഔട്ട്, സൂപ്പർ സ്റ്റാർ ജമാലിൻ. എന്താണോ? അപ്പൊ എന്റെ ലൈല ഹലാക്കിലായല്ല പടച്ചോനെ. ഒരു വഴിയുണ്ട്. ലൈലാൻ എന്റെ വശത്താക്കണം, എന്നിട്ട് ഓളെ കൊണ്ട് പറയിപ്പിക്കണം മാമാനോട്. എനിക്ക് സിനിമ നടനായ ജമാലിക്കാൻ മതി, എനിക്ക് സിനിമ നടനായ ജമാലിക്കാൻ മതി. ഓള് പറഞ്ഞ മാമ കേൾക്കാതിരിക്കില്ല, കേൾക്കും. ഈ വരാൻ കാത്തിരിക്കായിരുന്നു ഞമ്മൾ. എന്താ മാമ? ഒരു വിസ വന്നിട്ട്. പടച്ചോനെ, നേരാണ് മാമ. അതെന്ന് മാമയുടെ ഇത്താത്താന്റെ മോൻ സുബൈറില്ല, ഓനിപ്പോ ഖത്തറിലാണല്ലോ. ഓൻ പോകാൻ നേരം പണം കൊടുത്ത് സഹായിച്ചത് ഞമ്മളാ, ഓന്റെ കമ്പനിയിലേക്ക്. അനക്ക് സന്തോഷായ? പെരുത്ത് സന്തോഷായി മാമ. ഈ ജോലിക്ക് പോയി ലീവില് വന്നാൽ ഉടനെ അന്റെ ലൈലാന്റെ നിക്കാം. മാമ, അല്ല
ലൈലാനെ ഞാൻ നിക്കാഹ് എന്റെ മോളെ എനക്ക് പിടിച്ചില്ലേ? അതല്ല, പിന്നെ എനക്ക് ഗൾഫിൽ പോണോ വേണ്ടായോ? 1 മാസത്തെ സമയമുണ്ട്. അതിനുള്ളില് ഈ ചിന്തിച്ച് തീരുമാനം എടുക്കും.